ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ് മാറ്റർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ കേരളത്തിലൊരു ഹോം സ്റ്റേ ബിസിനസ് തുടങ്ങാം എന്ന വീഡിയോ സീരീസിന് അനുബന്ധമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഹോം സ്റ്റേ ബിസിനസ്സിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ്, നഷ്ടം, പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കേരള ടൂറിസത്തിൻ്റെ ലൈസൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ ലോക്കൽ ബോഡീസിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പല വീഡിയോകളിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതികളെക്കുറിച്ചൊക്കെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ വീഡിയോ സീരീസ് കാണുന്ന ആളുകളിൽ ചില ആളുകൾ നമ്മളോട് എൻക്വയറി നടത്താറുണ്ട്. ഇത്തരത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന മൂന്നാർ പോലുള്ള ടോപ്പ് ഡെസ്റ്റിനേഷനിൽ ഇത്തരം ഹോം സ്റ്റേകൾ വിൽപ്പനയ്ക്കുണ്ടോ, അതല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഇത് പറയാൻ പറഞ്ഞത്. അതായത് ഒന്ന് രണ്ട് സ്ഥലങ്ങളും ഒരു ഹോം സ്റ്റേ ഒക്കെ സെയിലിനുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ലീസോ റെൻറ്റോ അല്ല, സെയിലിന് വേണ്ടി വന്നിട്ടുണ്ട്. അത് മൂന്നാറും ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അതല്ലാതെ മറ്റ് ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോം സ്റ്റേസ് വാങ്ങാനോ അതല്ലെങ്കിൽ സ്ഥലം ഹോം സ്റ്റേക്ക് പറ്റുന്ന സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അതിൽ ഈ പറയുന്ന ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്നാമതായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാറിലുള്ളൊരു ചെറിയ പ്ലോട്ടാണ്. അതായത് ഒരു 10 സെൻറ്റ് ലാൻഡ് മൂന്നാറിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം മൂന്നാർ പോലുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ ഒരുപാട് ആളുകൾ, അത് ഹോം സ്റ്റേ ബിസിനസ്സിനും അല്ലാത്ത ഒക്കെ ഒരുപാട് ആളുകളുടെ ഒരു ആഗ്രഹമാണ് മൂന്നാറിലൊരു ചെറിയ വീട് വയ്ക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ലാൻഡ് വന്നിട്ടുണ്ട്. 10 സെൻറ്റാണ്. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അതുപോലെ തന്നെ റോഡ് സൗകര്യം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മൂന്നാറിൻ്റെ ടൗണിൻ്റെ മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട്. നല്ല വെതറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇവരിതിന് ചോദിക്കുന്ന പ്രൈസ് പെർ സെൻറ്റ് 1,65,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഒരു ചെറിയ ഹോം സ്റ്റേ കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഒരു വെക്കേഷൻ ഹോമൊക്കെ പണിയാൻ പറ്റുന്ന ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുയോജ്യമായ ഒരു പ്ലോട്ടാണിത്. അടുത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എറണാകുളത്ത് ചെറായിലുള്ള ഒരു പഴയ ഒരു ഓൾഡ് ഹെറിറ്റേജ് ഹൗസാണ്. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു ഹെറിറ്റേജ് ഹൗസാണ്. ഇപ്പോൾ ഈ ഹെറിറ്റേജ് ഹോം സ്റ്റേക്കൊക്കെ വൻ ഡിമാൻഡുള്ളൊരു സമയമാണ്. 41 സെൻറ്റാണ് അതിൻ്റെ ഇത് വരുന്നത്. അതുപോലെ തന്നെ 3500 സ്ക്വയർ ഫീറ്റാണ് ആ ഒരു വീടിൻ്റെ ഇത് വരുന്നത്. 4 റൂം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. വാട്ടർ, റോഡ്, എല്ലാ ഫെസിലിറ്റീസും ഇതാണ്. പിന്നെ ചെറായി ബീച്ചിലായിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. ഇവർ ചോദിക്കുന്ന റേറ്റ് 3 CR ആണ്. 3.5 കോടിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾ ഹെറിറ്റേജ് പോലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമാണ്. കാരണം 41 സെൻറ്റും ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ഹോം സ്റ്റേ അല്ല, ഇത് കൂടാതെ തന്നെ വേറെയും കോട്ടേജസ് കാര്യങ്ങൾ പണിത് ഒരു നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ഈ ഒരു പ്രോപ്പർട്ടിക്ക് മാത്രം 3 CR വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു മൂന്നാറിൽ തന്നെയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത് ഇച്ചിരി വലിയ പ്രോപ്പർട്ടിയാണ്. 1 ഏക്കർ 23 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. അതിനകത്ത് വീട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു റിസോർട്ട്, അതല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടേജ് പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. ലൊക്കേഷൻ വരുന്നത് കല്ലാറാണ്. മൂന്നാർ കല്ലാറിൽ വരുന്നതാണ്. നല്ല ക്ലൈമറ്റ് കിട്ടുന്നതാണ്. മൂന്നാറിൻ്റെ പോലെ തന്നെ നല്ല ക്ലൈമറ്റ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫെസിലിറ്റീസ്, റോഡ് ഫെസിലിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മൂന്നാറിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ ഒരു ഏരിയ വിളിച്ച് വരുന്നുണ്ട്. ഒരുപാട് ഇത് ഈ പറയുന്ന കല്ലാറ് ഏരിയ, കല്ലാറ്, ലക്ഷ്മി എസ്റ്റേറ്റ്, ആ ഏരിയയിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ മൂന്നാറിൽ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. കാരണം പേപ്പർ ക്ലിയറൻസ് ആയിട്ടുള്ള ലാൻഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പേപ്പർ ക്ലിയറൻസ് ആയിട്ടുള്ള ലാൻഡാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഹോം സ്റ്റേക്കൊന്നും പറ്റുന്നവർക്ക് ഇത് അനുയോജ്യമല്ല. ഒരു റിസോർട്ട്, അതല്ലെങ്കിൽ അത്യാവശ്യം ഒരു കോട്ടേജ് പരിപാടികൾക്കൊക്കെ പറ്റുന്നവർക്ക് ഇത് അനുയോജ്യമാണ്. അടുത്ത ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഹോം സ്റ്റേ ആണ്. ഒരു പുതുപുത്തൻ ഹോം സ്റ്റേ, പണി തീർന്ന ലൈസൻസ് ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. 2 BHK ആണ് ഈ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ ലാൻഡ് ഏരിയ മാത്രം 47 സെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കോട്ടേജോ ഹട്ടുകളൊക്കെ പണിയാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1,25,00,000 രൂപയാണ്. അതായത് ഈ 47 സെൻറ്റിനും ഈ ഹോം സ്റ്റേക്കും, ഈ 2 BHK ഹോം സ്റ്റേക്കും. ഹൗസ് ഏരിയ ഏകദേശം 1000 സ്ക്വയർ ഫീറ്റോളം അടുത്ത് വരുന്നുണ്ട്. പേപ്പർ ക്ലിയറൻസ് ആയ ലാൻഡാണ്. വാട്ടർ, ഇലക്ട്രിസിറ്റി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ 4 പ്രോപ്പർട്ടികളാണ് ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് കൂടാതെ ഒരുപാട് പ്രോപ്പർട്ടികൾ ഇങ്ങനെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ ഇതാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്കൊരു ഇതിനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്നതൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഷെയർ ചെയ്തിരിക്കുന്നത്. തുടർന്നും ഇത്തരത്തിൽ വീഡിയോകൾ ഞാൻ ചെയ്യാം. നല്ല ഇതൊക്കെ വരുവാണെങ്കിൽ ഞാനത് ചെയ്തുതരാം. പിന്നെ ഞാൻ ഇതിൻ്റെ റേറ്റ് അടക്കം ഇതിലിട്ടേക്കാൻ കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയാണ് ഈ ഒരു ഡീറ്റെയിൽ റേറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോപ്പർട്ടികളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഹോം സ്റ്റേ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതും നമ്മുടെ അറിവ് വെച്ചിട്ടുള്ളത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഇൻഫർമേഷനുള്ളൂ. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.